നമസ്കാരം. മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. നവാഗത സംവിധായകനായ അരുൺ സാഗര സംവിധാനം ചെയ്ത മണ്ണാങ്കട്ടയും കരിയിലെയും എന്ന ചിത്രം ഓഗസ്റ്റ് 18-ന് തിയേറ്ററിലെത്തും. ചിത്രത്തിന്റെ സംവിധായകൻ അരുൺ സാഗരയും ഒപ്പം തന്നെ ചിത്രത്തിൽ നായികയായ സാന്ദ്ര ജോസഫും ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. അവരിലേക്ക് എത്താം. ആദ്യം മോർണിംഗ് റിപ്പോർട്ടറിൽ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കേരളത്തിൽ എല്ലായിടത്തും ബിജെപി സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന്. മെഡിക്കൽ കോഴ വിവാദം ചർച്ചയാകും. കേരളത്തിലുള്ള RSS തലവനുമായും ബിജെപി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. നരേന്ദ്രമോദി സർക്കാരിന് ഇനിയുള്ള കാലയളവിൽ പുതിയ പദ്ധതികളില്ല. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ പ്രചാരണത്തിനും നികുതി ഇളവിലൂടെ ജനപ്രീതി പിടിച്ചുപറ്റുന്നതിനും പ്രാധാന്യം നൽകും. പ്രതിരോധം, അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും ഊന്നൽ. മഹാരാഷ്ട്രയിലെ ഗോരക്ഷാവാദികൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുമെന്ന് VHP. ഇവരുടെ പട്ടിക സംസ്ഥാന സർക്കാരിന് കൈമാറും. തീരുമാനം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി നടത്തിയ ചർച്ചയിൽ. ഗോസംരക്ഷണത്തിന്റെ പേരിൽ അക്രമം നടത്തുന്നവരെ തിരിച്ചറിയാനാകുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. ഹജ്ജ് കർമ്മത്തിനായുള്ള ആദ്യ കേരള സംഘം മക്കയിലെത്തി. ഹാജിമാർക്ക് ജിദ്ദ വിമാനത്താവളത്തിൽ വൻ സ്വീകരണം. ഹിമാചൽ പ്രദേശിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 46ആയി. കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുന്നു. നിരവധി പേർ കുടുങ്ങിയതായി സൂചന. മോർണിംഗ് റിപ്പോർട്ടർ വിശദമായി. ഷൈൻ ടോം ചാക്കോ, സാന്ദ്ര ജോസഫ്, ശ്രിന്ദ, സൈജു കുറുപ്പ്, ജോബി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന മണ്ണാങ്കട്ടയും കരിയിലെയും എന്ന ചിത്രം ഈ മാസം തിയേറ്ററുകളിലെത്തും. നവാഗതനായ അരുൺ സാഗരയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. സസ്പെൻസ് ആൻഡ് ഫാമിലി എന്റർടൈനറാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ സംവിധായകൻ അരുൺ സാഗരയും നായികയും ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. അതിനു മുൻപ് ആ ചിത്രത്തിന്റെ ട്രെയിലർ നമുക്കൊന്ന് കാണാം. അരുൺ ഒപ്പം തന്നെ സാന്ദ്ര, രണ്ടുപേർക്കും മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അരുൺ, ആദ്യം തന്നെ ആദ്യത്തെ ചിത്രമാണ്. പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്, മണ്ണാങ്കട്ടയും കരിയിലെയും. നമ്മൾ കുറേ കാലമായിട്ട് ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ മണ്ണാങ്കട്ടയും കരിയിലെയും. അതുകൊണ്ട് കാശിക്ക് പോയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മണ്ണാങ്കട്ടയും കരിയിലെയും എന്താണ്? അത് തന്നെയാണ്, പണ്ട് കാശിക്ക് പോയ കഥ തന്നെയാണ് സിനിമയിലും. ഒരു അച്ഛൻ്റെയും മകളുടെയും ജീവിതത്തിലൂടെ പോകുന്നതാണ് സിനിമ. ഈ സിനിമയുടെ ഇങ്ങനെ ഒരു പേര് കണ്ടെത്താനുള്ള കാരണം? പേര് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഈ പേര് തന്നെയാണ്. അത് അങ്ങനെ ആ പേര് അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് കിടന്നതുകൊണ്ടാണ് ആ പേര് യൂസ് ചെയ്തത്. പക്ഷേ നമ്മുടെ സ്റ്റോറിയും അത് തന്നെയാണ്. ഏകദേശം നമുക്കൊരു 90% നമ്മൾ ആ പണ്ട് കേട്ടിട്ടുള്ളൊരു സിനിമയുടെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ആ സ്റ്റോറി തന്നെയാണ് നമ്മുടെ ഈ സിനിമയിലെ കഥയും. സാന്ദ്ര കമ്മട്ടിപ്പാടം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വീണ്ടും ഒരു ചിത്രത്തിലേക്ക് വരികയാണ്. ഇതിലെ ക്യാരക്ടർ എന്താണ് സാന്ദ്രയുടെ? ഞാനിതിൽ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരാണ് പാർവതി. അപ്പം എൻ്റെ റിയൽ ലൈഫായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ക്യാരക്ടർ. അപ്പം ഞാൻ ഈ ഫിലിമിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മട്ടിപ്പാടം ചെയ്ത് കഴിഞ്ഞിരിക്കെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, മണ്ണാങ്കട്ടയും കരിയിലെയും പ്രൊഡ്യൂസേഴ്സ് പോൾ സാറും ഷെറിൻ സാറും പിന്നെ കലാ മാഡം ഉണ്ട്. അപ്പം അവരെന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിരുന്നു, അവരിങ്ങനെ ഒരു മൂവി ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഫിലിമിലേക്ക് വരുന്നത്. ഞാൻ ജോബിച്ചേൻ്റെ മകളായിട്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അരുൺ ഈ സാന്ദ്രയെ തന്നെ ആ ഒരു പാർവതിയാക്കി അരുൺ ചിത്രീകരിക്കാൻ കാരണം? സാന്ദ്ര നേരത്തെ ചേരുന്ന കമ്മട്ടിപ്പാടം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തുള്ള ആ ഒരു ഫിഗർ ഇഷ്ടപ്പെട്ടിരുന്നു ആ സമയത്ത്. അപ്പോൾ അതാണ് ശരിക്കും നമ്മൾ ഈ പടത്തിനകത്തും കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം. അതുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ? ഇല്ലല്ല, അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇല്ല, നമ്മുടെ ആ ഒരു ഫിഗർ നോക്കിയപ്പോഴത്തേക്ക് അത് ഓക്കെ എന്ന് തോന്നിയതുകൊണ്ട് മാത്രമായിരുന്നു. എന്താണ് സാന്ദ്രയുടെ പാർവതി എന്നുള്ള ക്യാരക്ടർ? പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്വയറ്റാണ്, ഭയങ്കര, അതായത് അധികം ആരോടും മിണ്ടില്ല. ആൻഡ് ഓൾസോ പാർവതി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ സ്വന്തം ജീവിതത്തിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കഥാപാത്രമാണെന്ന് പറഞ്ഞു. ഇതെല്ലാം വ്യത്യസ്തതയാണ് അപ്പോൾ ഫീൽ ചെയ്തത്? അതായത് എപ്പോഴും ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. പിന്നെ അച്ഛനുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഞാൻ പൊതുവെ അമ്മയായിട്ടാണ് കൂടുതൽ കമ്പനി, അമ്മയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണോ അച്ഛനായിട്ടുള്ള അറ്റാച്ച്മെന്റ്? അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കഥാപാത്രത്തെ, പാർവതിയെ ഉൾക്കൊണ്ടത്? ആദ്യം എനിക്ക് ഫസ്റ്റ് ഷെഡ്യൂൾ എനിക്ക് അത്ര ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കാരണം ഈ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഫുൾ കേട്ടു. അങ്ങനെ ലാസ്റ്റാണ് കഥാപാത്രത്തിലേക്ക് കൂടുതൽ വന്നത്. ഏതായാലും ചിത്രത്തിൽ ഇപ്പോൾ തന്നെ 2 ഗാനങ്ങൾ യൂട്യൂബിൽ നന്നായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ ചിത്ര പാടിയ ആലിൻ കൊമ്പിൽ എന്നുള്ള ഒരു ഗാനം വളരെ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ആ ഒരു പാട്ട് കേട്ടിട്ട്
തിരിച്ചെത്താം.
കാലത്തിന് ശേഷം ചിത്ര ഒരു താരാട്ടുപാട്ട് പാടുകയാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഈ ഒരു ഇതിന്റെ ലിറിക്സ്, ഇതിന്റെ സംഗീതം, ഇതിന്റെ കമ്പോസിംഗ് ഒക്കെ എവിടെയായിരുന്നു? എന്തൊക്കെ? എല്ലാം തിരുവനന്തപുരത്തായിരുന്നു. അപ്പം ഈ കുറച്ച് കാലത്തിന് ശേഷം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ സോങ് റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ അവസാന വരികയായപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കരയിപ്പിച്ചൊരു സംഭവമുണ്ട്. ചിത്രേച്ചി എൻ്റെ ഈ പാട്ട് പാടിയിട്ട് സ്റ്റുഡിയോയുടെ അകത്ത് നിന്ന് കുറേ നേരം നിന്ന് കരയുന്നു. ഭയങ്കരമായിട്ട് അപ്പം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമായിരുന്നു ഈ സോങ് പാടിയ ശേഷം ഉണ്ടായി. പിന്നെ ഇതിനകത്ത് എനിക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. കാരണം നമ്മൾ ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന വളരെ ഒരു ചെറിയൊരു ബഡ്ജറ്റിലായിരുന്നു ആദ്യം, ഷൂട്ടിന് മുമ്പുള്ളൊരു പ്ലാനിങ് അല്ല. പിന്നെ ഇപ്പോൾ സിനിമ ഈ ഒരു ഇത്രയും വില എത്തിയതും പിന്നെ ഇതിനകത്ത് ഇത്രയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയ്ക്കകത്തുണ്ട്. ഇപ്പോൾ ഇന്ന് മലയാള സിനിമയിൽ നമ്മൾ സ്ഥിരം കാണുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ ഒരു 10ഓളം മെയിൻ ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്, പിന്നെ പുതിയ ടെക്നിക്കൽ സൈഡും ഒരുപാട് പുതിയ ആൾക്കാർക്ക് നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ ഒരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ പാട്ട് ഒരു താരാട്ടാണ്. സാന്ദ്ര നേരത്തെ പറഞ്ഞു അച്ഛനും മോളും തമ്മിൽ അത്ര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കഥാപാത്രമാണെന്ന് പറഞ്ഞു. ഈ പാട്ടും സാന്ദ്രയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയായിട്ടാണ് ഇതില് ഈ സോങ് അമ്മയായിട്ടുള്ള ഒരു ഇതാ കാണിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം ചിത്ര പാടുന്നു, സ്വാഭാവികമായിട്ടും ഒരു ഫീമെയിൽ ടച്ച് ആണല്ലോ ഉള്ളത്. അപ്പോ ആ ഒരു ഇതും സാന്ദ്രയും തമ്മിലുള്ള ബന്ധം, ഈ പാട്ടും സാന്ദ്രയും തമ്മിൽ എങ്ങനെയാ റിലേറ്റ് ചെയ്യുന്നത്? അത് താരാട്ട് പാട്ട്, അമ്മ ഓമനിക്കുന്നു, അതാണ് മെയിനായിട്ട്. കൂടുതൽ അതിന്റെ അപ്പുറമുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല, കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട് അവിടെ. അതെ, മൊത്തത്തിലൊരു സസ്പെൻസ് ഉണ്ട്. ആദ്യം മുതലേ ആ ട്രെയിലറിനകത്ത് തന്നെ സസ്പെൻസ്. അതെ അതെ, ഒരു സസ്പെൻസ് ത്രില്ലർ ആണോ ഇത്? അല്ല, അതിനകത്ത് ഒരു നമ്മൾ ട്രെയിലർ ഇങ്ങനെയാണെങ്കിലും സിനിമ ഈ ഒരു മൂഡല്ല. ശരിക്ക് സിനിമ ഒരു സാധാരണ സിനിമയാണ്, വളരെ സാധാരണമായിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ അച്ഛൻ മകൾ ബന്ധം കടന്നു പോകുന്ന ഇതിനിടയ്ക്ക് ഇവർക്കൊരു പ്രശ്നം ഉണ്ടാവുകയും അത് നേരിടുന്നതാണ് സിനിമ. അപ്പോൾ ശരിക്കും ഇതിനകത്ത് നമ്മൾ കുറേ സത്യസന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഇതിനകത്ത് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ശവം കത്തിക്കുന്നൊരു സീൻ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ശരിക്കും അതൊരു നമ്മൾ എടുക്കാൻ വേണ്ടി തന്നെ കുറേ കഷ്ടപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് അങ്ങനെ ഒരു സീൻ ഷൂട്ട് ചെയ്തത് തന്നെ. റിയൽ ഡെഡ് ബോഡി കത്തിക്കുന്നുണ്ട്. അപ്പം അത് പോയിട്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ വില്ലേജ് ഓഫീസ്, പിന്നെ ഒരു ഹോട്ടൽ, ഇതൊക്കെ നമ്മുടെ ഒരു മനസ്സിന് ഇണങ്ങിയ കുറേ സംഭവങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കുറേയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അത് തന്നെ കിട്ടിയത് നമുക്ക്. ഇപ്പോ ചിത്രം ഈ 18-ാം തീയതി റിലീസിന് എത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് പ്രേക്ഷകർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നാണ് അരുൺ കരുതുന്നത്? തീർച്ചയായും ഓഡിയൻസ് തിയേറ്ററിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആരും മോശം പറയില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ പ്രിവ്യൂ രണ്ട് സമയത്ത് നമ്മുടെ ചെന്നൈയിൽ വെച്ചിട്ടും കൊച്ചിയിൽ വെച്ചിട്ടും ഇതിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഒരുപാട് ഫാമിലീസ് നമ്മുടെ ഈ സിനിമയുടെ ഒരു റിപ്പോർട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി തന്നെ നമ്മൾ കുറച്ച് പേരെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വളരെ നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ അതൊരു ഇന്റർവ്യൂവിന് മുമ്പ് ഇരിക്കുന്നതുകൊണ്ട് പറയുന്നതല്ല, സിനിമ കണ്ടവരെല്ലാവരും വളരെ നല്ല. എന്തൊക്കെയാണ് സാന്ദ്രയുടെ ഹോബീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്? മോഡലിംഗ് ചെയ്യാറുണ്ട്, പിന്നെ അഭിനയം. അത് തന്നെ. സാന്ദ്ര ഇപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണോ? അതെ അതെ, ഞാൻ +2 ആണ്. ഞാൻ പഠിക്കുന്ന കേന്ദ്ര വിദ്യാലയത്തിലാണ്. അപ്പൊ എങ്ങനെയാ ഈ ഷൂട്ടിങ്ങിന്റെ ഒക്കെ സമയത്ത് ഇതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സും? ഇതിപ്പോ ഞാൻ ചെയ്തേക്കുന്ന മൂവി ഇപ്പോൾ ഇതിന്റെ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 11th കഴിയാറായ സമയത്തായിരുന്നു ഇത് ചെയ്തത്. പിന്നെ അങ്ങനെയൊന്നും ക്ലാസ് ഒന്നും മുടക്കേണ്ടി വന്നിട്ടില്ല. അതൊക്കെ ഈ കമ്മട്ടിപ്പാടം ഒരു വലിയ ഓപ്പണിംഗ് ആയിരുന്നു. അതെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും വിചാരിക്കാതൊന്നൊരു ഓഫറാണ്. ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നതല്ല. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് അഞ്ജു ചേച്ചിയും ചെയ്സൊക്കെ ഉണ്ട്. അവരോട് എനിക്ക് വളരെയേറെ നന്ദിയുണ്ട്. കാരണം അവർ വഴിയാണ് ആക്ച്വലി ഞാൻ ഇതിലേക്ക് വന്നത്. പിന്നെ അതിലേറെ അപ്പുറം പറയുകയാണെങ്കിൽ രാജീവ് സാറ് ഡയറക്ടർ. അപ്പം അവരിങ്ങനെ സ്കൂളിൽ വന്നിട്ട് ഷോൺ ചേച്ചിയുടെ ഫേസ് കട്ടിലൊരു കുട്ടീനെ നോക്കി അങ്ങനെ വന്നായിരുന്നു. അപ്പം അങ്ങനെ ഫൈനലി സെലക്ട് ആയതാണ്. ഈ സാന്ദ്ര ചെയ്ത 2 കഥാപാത്രം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ കമ്മട്ടിപ്പാടത്തിലെ കഥാപാത്രമായാലും ഇപ്പോൾ മണ്ണാങ്കട്ടയും കരിയിലെ എന്നുള്ളതിലെ കഥാപാത്രമായാലും രണ്ടും സാന്ദ്രയുടെ ലൈഫുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കഥാപാത്രമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. എങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? നാടൻ സ്റ്റൈലാണ് അത് മെയിൻ കാര്യം. പിന്നെ പറയുവാണെങ്കിൽ അല്ല, കഥാപാത്രങ്ങൾ തമ്മിലും വളരെ വ്യത്യാസമുണ്ട്. 2 സിനിമയിലും ചെയ്തിരിക്കുന്നതും വളരെ വ്യത്യാസമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ചിത്രത്തിലെ ഒരു ഗാനവും കൂടി പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ ഗാനം കൂടി കണ്ടിട്ട് തിരിച്ചു വരാം.
തേങ്ങിയോ മിഴി നിറഞ്ഞുവോ വിട ചൊല്ലാതേകയായി പോകുവതെന്തേ കളിച്ചിരി വാക്കുകൾ പോയകലേ ആ മുഖകാന്തിയും മറയുകയോ വരുമോ ഇനിയും നീയൻ പനിമതിയേ തരുമോ മധുരം നിറയും സുഖനിമിഷം നിന്നോർമ്മയിൽ ഞാൻ അലിയുന്നു ജീവരാഗമാ ഇടനെഞ്ചു തേങ്ങിയോ മിഴി നിറഞ്ഞുവോ വിട ചൊല്ലാതേകയായി പോകുവതെന്നേ മുറ്റത്തു നിൽക്കുന്ന കുടമുല്ലപ്പൂവേ വേർപാടിൻ നൊമ്പരം നീ അറിഞ്ഞു ഉമ്മറക്കോലായിൽ നീ വച്ച നിറസന്ധ്യ ദീപവും എരിഞ്ഞൊടുങ്ങുകയായി ഒന്നിങ്ങു വന്ന് ചാരത്തണഞ്ഞ് നെഞ്ചിൽ തൊട്ട് തഴുകൂ കണ്ണീർ പൂവിൻ കണ്ണീരൊപ്പി തഴുകിയൊരിളം കാറ്റേ കിളിപ്പാട്ടും നിലച്ചുപോയി കഥനം മുഴുകും കഥ പോലെ ഈ മണ്ണാങ്കട്ടയും കരിയിലയും ഇടനെഞ്ചു തേങ്ങിയോ മിഴി നിറഞ്ഞുവോ വിട ചൊല്ലാതേകയായി പോകുവതെന്തേ ചിത്രത്തിലെ പാട്ടുകളെല്ലാം തന്നെ ഒരു മെലഡി ടച്ച് ഉള്ള പാട്ടുകളാണ്. അപ്പോൾ ഇതൊരു അത്രയും തീവ്രമായിട്ടുള്ള ഇമോഷണലി നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ചിത്രമാണോ? അതെ, ഒരുപാട് നമുക്ക് മനസ്സിന് ഒരുപാട് സ്പർശിക്കുന്ന ഒരു സിനിമയാണ്. കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണത്. ഈ ഒരു ചിത്രം എടുക്കുമ്പോൾ എന്തായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്? പ്രതീക്ഷ ആദ്യത്തെ ചിത്രമാണ്. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഒരു ലെവലിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്ന് വെച്ചാൽ ഈ സിനിമ ഇപ്പോൾ വലിയൊരു ക്യാമറ കൊണ്ടുള്ള ട്രിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. അതൊന്നും വളരെ സിമ്പിളായിട്ട് എടുത്തിരിക്കുന്നൊരു സിനിമയാണ്. പക്ഷേ എന്ത് പറയാൻ, എല്ലാ ഡയറക്ടേഴ്സിനെ പോലെയും നമുക്ക് നമ്മുടെ ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടാകും. അതുപോലെ എനിക്കും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സമയത്തുള്ളതിനേക്കാൾ അമിത പ്രതീക്ഷയാണ് ഇപ്പോൾ. മോർണിംഗ് റിപ്പോർട്ടിലേക്ക് തിരികെ എത്തുകയാണ്. മണ്ണാങ്കട്ടയും കരിയിലെയും എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ അരുൺ സാഗരയും സാന്ദ്ര ജോസഫും നമ്മളോടൊപ്പം അതിഥികളായി തുടരുന്നുണ്ട്. അരുൺ വരുന്നത് പ്രഗത്ഭനായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ അസിസ്റ്റന്റായി നിന്ന് വർക്ക് ചെയ്ത് ആ എക്സ്പീരിയൻസിലാണ് അരുൺ വരുന്നത്. അപ്പോൾ അടൂരിന്റെ സിനിമകളെ പറ്റി നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഏതൊക്കെ തരത്തിലായിരിക്കും ആ സിനിമ എന്നുള്ളത്. ഈ ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ അരുണിന്റെ സിനിമയെ പറ്റി നമ്മൾ എന്താ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, സാറിന്റെ സിനിമയായിട്ട് ദേവി അത് കമ്പയർ ചെയ്ത്, കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ മനുഷ്യന്റെ സിനിമയുടെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഭയങ്കരം ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് അപ്പൊ നമ്മുടെ വർക്കുകളിലും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നമ്മളെ ബാധിക്കുമല്ലോ. അതെ, നമുക്ക് കുറെയൊക്കെ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ അദ്ദേഹത്തിന്റെ സിനിമയോടെ അതിനെ അനുകരിക്കാനോ ഒന്നും വേറെ ആർക്കും കഴിയില്ല, ഒരിക്കലും കഴിയാത്തൊരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു ലെവലിൽ എത്തിക്കുക എന്നുള്ളത് അതും അതിനെ കുറിച്ചൊന്നും ഞാൻ സ്വപ്നം പോലും കാണുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ സിനിമയുടെ ലെവലിൽ എത്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അരുണിന്റെ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും പ്രേക്ഷകർക്ക് നൽകുക? തികച്ചും വ്യത്യസ്തമാണ്. അങ്ങനത്തെ ഒരു മൂവിയല്ല. അപ്പം അദ്ദേഹം ചെയ്യുന്നൊരു മൂവിയോ അതുപോലത്തുള്ളൊരു മൂവിയല്ല.
അത് തന്നെയാണ്. കാരണം നമുക്ക് നമ്മൾ വേറൊരു വഴിയിലൂടെയാണ് ചെയ്യുന്നത്. കാരണം ഈ ഞാനിപ്പോൾ അത് ഒന്നുകൂടെ പറയുകയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പം അടൂർ സാറിൻ്റെ മൂവി ഞാൻ അദ്ദേഹം ചെയ്യുന്ന പോലുള്ള അതൊരു മേക്കിംഗ് രീതിയോ അല്ലെങ്കിൽ അവതരണ ശൈലിയോ ഒന്നും മറ്റ് സംവിധായകരിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം പലരും പല രീതിയിലാണ് സിനിമ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഈ സംഭാഷണ രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് സിനിമകളിൽ കാണുമ്പോൾ അത് തന്നെ അത് അദ്ദേഹത്തെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാരണങ്ങൾ. അതിന് എനിക്ക് തോന്നുന്നു പുള്ളി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഒരു യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്യുന്നതാണ്. അപ്പം ഞാനിതൊന്നും പറയാനുള്ള ആൾ പോലും അല്ല, എന്നാലും ചോദിച്ചുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് സിനിമയിൽ എത്രത്തോളം? അരുണിനെ സംബന്ധിച്ചിടത്തോളം അരുൺ സംവിധായകൻ മാത്രമല്ല അഭിനേതാവ് കൂടിയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പോൾ ലാസ്റ്റ് ദിലീപേട്ടനും കാവ്യ അഭിനയിച്ച പിന്നെയും എന്ന് പറയുന്ന സിനിമയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിനകത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ലോക സിനിമയിൽ തന്നെ നമുക്ക് അടൂർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ അത്രയും ഒരു ഭാഗ്യം വേറൊരു ഡയറക്ടർ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാന്ദ്രയുടെ ഭാവി പരിപാടികൾ എന്താണ്? സിനിമയിൽ തന്നെ തുടരുമോ അതോ വേറെ മോഡലിംഗ് അങ്ങനെ ഏതൊക്കെ രംഗങ്ങളിലേക്ക് പോകാനാണ് സാന്ദ്ര ആഗ്രഹിക്കുന്നത്? ഞാനിപ്പോൾ +2 പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. പിന്നെ ഫിലിം പ്രൊഫഷൻ ആക്കാൻ താല്പര്യമില്ല. എന്നാലും നല്ല ഫ്യൂച്ചറിൽ എനിക്ക് നല്ല പ്രൊജക്ട്സ് വരുവാണെങ്കിൽ എന്തായാലും ചെയ്യും. പിന്നെ പഠിച്ചൊരു ജോലി, അതാണ്. കുട്ടിക്കാലം മുതൽ സിനിമ അല്ലെങ്കിൽ അഭിനയം ഒരു താല്പര്യമുള്ള കൂട്ടത്തിലാണോ? ഇല്ല, അങ്ങനെ ഫിലിമിലേക്ക് വരുമെന്ന് ആദ്യം വിചാരിച്ചിരുന്നല്ല. കാരണം അപ്രതീക്ഷിതമായിട്ടായിരുന്നു കമ്മട്ടിപ്പാടത്തിലേക്കുള്ള വരവ് അല്ലേ? അപ്പോ ഈ ഒരു എങ്ങനെയാണ് സെലക്ടഡ് ആവുന്നതും ഒരു സിനിമയിലേക്ക് സെലക്ടഡ് ആവുന്നതും അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാ? എൻ്റെ അടുത്ത് ഫസ്റ്റ് ആക്ട് ചെയ്ത് കാണിക്കാനൊന്നും പറഞ്ഞില്ലായിരുന്നു. ജസ്റ്റ് ഷോൺ ചേച്ചിയുടെ ഫേസ് കട്ട് നോക്കി അങ്ങനെ സെലക്ട് ചെയ്തായിരുന്നു. അപ്പം ആക്ടിങ് അങ്ങനെ എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഈ ഫിലിമിലാണെങ്കിൽ തന്നെ സാറിന് തന്നെ അറിയാം. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള ഒരു ഫ്യൂച്ചറിൽ നല്ലൊരു നായികയായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും. ഒരിക്കലും ഈ ആക്ടിങ് പഠിച്ചുകൊണ്ട് ചെയ്യുന്നതിലും എപ്പോഴും നല്ലതുണ്ടാവുക സ്വയം ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്തതായിരിക്കും. അല്ലാണ്ട് ആക്ടിങ് ഒരു പ്രത്യേകം പഠിച്ച് ചെയ്യുക എന്നുള്ളത് അല്ല. ഇത് നമ്മുടെ ഈ പടത്തിനെ സംബന്ധിച്ച് ഇപ്പം സാറിൻ്റെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമയുടെ മെയിൻ സീനുകളിലോട്ടൊക്കെ പോയപ്പോഴത്തേക്കും ശരിക്കും സിനിമയുമായിട്ട് പൂർണ്ണമായിട്ടും ഇഴിചേർന്ന് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു അച്ഛൻ മകൾ ബന്ധം അത് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം വളരെ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് എല്ലാം സാൻഡ്രയുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യിപ്പിച്ചെടുക്കാനും കഴിഞ്ഞു. സാൻഡ്ര ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 18 തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്താണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലി സിനിമയാണ്. ഫാമിലി ആയിട്ട് എല്ലാവരും സിനിമ കാണുക. കണ്ടു കഴിഞ്ഞാൽ ആർക്കും അത് ഒരു മോശം അഭിപ്രായം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും മണ്ണാങ്കട്ടയും കരിയിലെയും പ്രേക്ഷകരിലേക്ക് ഒരു പ്രേക്ഷകരെ സ്വാധീനിക്കുന്ന ഒരു ചിത്രമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള ഒരു വിജയ പ്രതീക്ഷയും ഉണ്ടാകട്ടെ, ആ ചിത്രത്തിന് വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇരുവർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വളരെയധികം നന്ദി മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥികളായെത്തിയത്. താങ്ക് യു. ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അതിഥികളുമായി നാളെ രാവിലെ വീണ്ടും കാണാം. നമസ്കാരം.